Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പും കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള നല്ല എരിവുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് തയ്യാറാക്കിയെന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും മനസ്സിലാവില്ല. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുതിർത്തെടുക്കണം നിർബന്ധമൊന്നുമില്ല. കുതിർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കിഴങ്ങാണ്. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതാണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കിഴങ്ങ് നുറുക്ക് ഗോതമ്പിൻ്റെ കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ ഒരു 2 വിസിൽ അടിക്കുമ്പോഴേക്കും വെന്ത് കിട്ടും. കാരണം അത് കുതിർത്ത് വെച്ചതാണല്ലോ. അപ്പോൾ നിങ്ങൾ കുതിർക്കാതെ വെച്ചതാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 വിസിൽ വരെയൊക്കെ വേവിച്ചെടുക്കുക കേട്ടോ. നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 2 വിസിലടിച്ചപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ കുക്കറിൽ ആവിയൊക്കെ പോയ ശേഷം ആ ഒരു നുറുക്ക് ഗോതമ്പ് ഇതുപോലെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കിഴങ്ങ് ഞാനിത് ഇന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സവോള, 1 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയൊരു സവോളയാണ് എടുത്തത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ള കിഴങ്ങ് നല്ലപോലെ നുടച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇവിടെ 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സ്നാക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് മാവുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ മാവ് അത്ര ശരിയാവില്ല. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടൈറ്റായിട്ട് തന്നെ ഈ ഒരു മാവ് ഇപ്പോഴും ഉണ്ട്. ഇതുപോലെ വേണം കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ, ലൂസായിട്ട് പോകരുത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നിർബന്ധമല്ല കേട്ടോ, മാറ്റി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ 10 മിനിറ്റിന് ശേഷം ഞാനിതിവിടെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പക്കവടയൊക്കെ നുള്ളി ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ കൈ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് മൊരിഞ്ഞ ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് നുറുക്ക് ഗോതമ്പും കിഴങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ അലിഞ്ഞിട്ടാണ് ഉണ്ടാവുക. നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത ശേഷം മാത്രം നല്ല ക്രിസ്പി ആയ ശേഷം ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞ ശേഷം പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാട്ടോ. നല്ല ഇഷ്ടമാവും നിങ്ങൾക്കൊക്കെ. നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയാണ് എന്തായാലും ആർക്കും മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ കഴിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാണ്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇളക്കരുത്. ആ ഒരു സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഫ്രൈ ആയ ശേഷം മാത്രം ഇളക്കിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇപ്പോൾ തന്നെ എന്ന് എഴുതി അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്